ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകം 11-12 അധ്യായങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഇതിലെല്ലാം ദേവാലയത്തോടുള്ള സമാഗമന കൂടാരത്തിൻ്റെ ക്രമീകരണങ്ങളും പിന്നെ അതിൻ്റെ ശുദ്ധീകരണവും, അങ്ങനെ അതിൻ്റെ ശുദ്ധീകരണവും ഒക്കെ കഴിഞ്ഞിട്ട് പൗരോഹിതന്മാരുടെ, അതിൽ ശുശ്രൂഷിക്കുന്നവരുടെ ശുദ്ധീകരണം, തുടർന്നിങ്ങോട്ട് എല്ലാ ജനത്തിൻ്റെയും ശുദ്ധീകരണത്തിനുള്ള ഓരോ പ്രമാണങ്ങളാണ് നമ്മൾ തുടർന്ന് കാണുന്നത്. എങ്ങനെ ശുദ്ധീകരണം പ്രാപിക്കണം, ഏതിലൊക്കെ ശുദ്ധരാകണം എന്നൊക്കെ പറയുന്ന പോലെ. ഇന്നലെ നമ്മൾ കണ്ടു, അവിടെ റഹാബ്യ ഗ്രഹത്തിൻ്റെ മക്കളോട് പറഞ്ഞിട്ട് അവർ വീഞ്ഞു കുടിക്കാതെ, മദ്യം കുടിക്കാതെ അവർ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ഇത് ചെയ്തു. അപ്പോൾ ദൈവം അത് കാണിച്ചിട്ട് പറയുകയാണ്, അവർ അവരുടെ പിതാവ് പറഞ്ഞ് ചെയ്തു, എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് ദൈവം യിരെമ്യാപ്രവാചകൻ കൂടെ അവിടെ സംസാരിക്കുക നമ്മൾ കണ്ടു. ഇന്നത്തേൽ നമ്മൾ വരുമ്പോൾ ഇവിടെ ആദ്യം ഇന്നത് തിന്നണം, ഇന്നത് തിന്നരുത് എന്ന് ഇസ്രായേലിനോടുള്ള പ്രമാണമാണ് കാണുന്നത്. അതിൽ മൃഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 11-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ പറയുക, സകല മൃഗങ്ങളിൽ നിങ്ങൾക്ക് തിന്നാവുന്നവ മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നിരിക്കുന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞിരിക്കുന്നതും അയവിറക്കുന്നതൊക്കെയും നിങ്ങൾക്ക് തിന്നാം. എന്നാൽ അയവിറക്കുന്നവയിലും കുളമ്പ് പിളർന്നിരിക്കുന്നവയിലും നിങ്ങൾ തിന്നരുതാത്തവ രണ്ടും ഉണ്ടായിരിക്കണം. അയവിറക്കണം, കുളമ്പ് പിളർന്നതായിരിക്കണം. ഇതിൽ ചിലതിപ്പോൾ ഒട്ടകത്തെക്കുറിച്ച് പറയുമ്പോൾ അയവിറക്കുന്നുണ്ട്, പക്ഷെ കുളമ്പ് പിളർന്നതല്ല, അതുകൊണ്ട് അത് അശുദ്ധം. കുഴിമയിൽ അയവിറക്കുന്നുവെങ്കിൽ കുളമ്പ് പിളർന്നതല്ലാതെയാൽ അത് നിങ്ങൾക്ക് അശുദ്ധം. ഇനി മുയൽ അയവിറക്കുന്നുവെങ്കിൽ കുളമ്പ് പിളർന്നതല്ലാതെ നിങ്ങൾക്ക് അശുദ്ധം. അങ്ങനെ ഓരോന്നിക്കും. പന്നിയെക്കുറിച്ച് പറയുമ്പോൾ അത് കുളമ്പ് പിളർന്നതാണ്, പക്ഷെ അയവിറക്കുന്നില്ല. പിന്നെ മത്സ്യത്തെ കൂടെ പറയുമ്പോൾ ചിറകും ചെതുമ്പിലുള്ളതൊക്കെ നിങ്ങൾക്ക് തിന്നാം, എന്നാൽ കടലുകളിലും നദികളിലുമുള്ള വെള്ളത്തിൽ ചലഞ്ഞതിലായാലും അപ്രകാരമില്ലാത്ത ചിറകും ചെതുമ്പിലും ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് അറപ്പായിരിക്കണം എന്ന് പറയുകയാണ്. പിന്നീട് പക്ഷികളിൽ കഴിക്കാവുന്നവ ഇതൊക്കെ കഴിക്കാമെന്ന് പറയുന്നവിടെ കാണുകയാണ്. ഇതിൽ കൂടെയൊക്കെ ഇത് ഇസ്രായേലിനോട് പ്രമാണമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ശ്ലീഹായിക്ക് കാട്ടിക്കൊടുത്ത തുപ്പട്ടിയിൽ ലോകത്തിലെ എല്ലാവിധ മൃഗങ്ങളും പഴപ്പറവുകളും എല്ലാം ഉണ്ടായിരുന്നു. നീ എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവെ, പാടില്ല, ഞാൻ അശുദ്ധമോ മലിനമായൊന്നും ഭക്ഷിച്ചിട്ടില്ല എന്ന് പത്രോസ് ശ്ലീഹ പറയുമ്പോൾ ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് എണ്ണരുത് എന്ന് അവിടെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാ ജാതികളെയും ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണെങ്കിലും അത് കോട്ട് ചെയ്തുകൊണ്ട് എല്ലാവരും എല്ലാ ഭക്ഷണ സാധനങ്ങളിലും അങ്ങനെ തന്നെ എല്ലാം തിന്നാമെന്ന് പറയുന്നു. എന്നാൽ പൊതുവെ ഇങ്ങനെ പ്രമാണങ്ങൾ പറഞ്ഞിട്ടുള്ളവ ആരും തിന്നാറില്ല. പന്നിയൊക്കെ എടുത്ത് നോക്കുമ്പോഴും അത് ചില പറയാതെ തിന്നാൻ കുഴപ്പമില്ല എന്നൊക്കെ പറയും. പക്ഷേ മെഡിക്കൽ സയൻസിൻ്റെ ഒരു ഇത് ഇൻവെസ്റ്റിഗേഷൻ അത് പറയുന്നത് റെസിസ്റ്റിംഗ് പവർ ഇല്ല ഈ പന്നിക്കൊന്നും. ഇങ്ങനെ അതുകൊണ്ട് അത് കഴിക്കുമ്പോൾ ആ ഇമ്മ്യൂണിറ്റി പവർ കുറയുമെന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി പവർ ഇപ്പോൾ പന്നികൾക്കൊക്കെ എന്തെങ്കിലും രോഗം വന്നാൽ കൂട്ടത്തോടെ ചത്തടിക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അതിന് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്തതുകൊണ്ട്, അതുപോലെ അത് അശുദ്ധമായതൊക്കെ ദൈവം എന്തോ പ്രമാണങ്ങൾ കണ്ടതുകൊണ്ട് അത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യഹൂദനൊന്നും പന്നി കഴിക്കാറില്ല. പക്ഷേ ക്രിസ്ത്യൻസൊക്കെ അത് കഴിക്കും. അത് കഴിക്കുമോ കഴിക്കാതിരിക്കുക അതൊരു പ്രമാണമായിട്ട് നമുക്കില്ലെങ്കിലും പറഞ്ഞിരിക്കുന്നവ അങ്ങനെ എക്കാര്യത്തിലും അത് അങ്ങനെ ആയിരിക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം. അത് ഓരോരുത്തരുടെ മനസ്സുപോലെയായിരിക്കും. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പിന്നെ ഈ കുളമ്പ് പിളർന്നതും അയവിറക്കെന്ന് പറയുന്നത്, കുളമ്പ് പിളർന്നത് വിശുദ്ധീകരണത്തെ കാണിക്കുന്നതാണ്. അതായത് സെപ്പറേഷൻ, തിന്മയിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന ജീവിതത്തെ കാണിക്കുന്നതാണെന്ന് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയും. അയവിറക്കുക എന്ന് പറയുന്നത് മനനം ചെയ്യുക, ഓരോ കാര്യങ്ങളും ഓർക്കുക, ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഓർക്കുക, ഒന്നും മറക്കാതെ, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കാതെ ഓർക്കുന്ന, ദൈവിക പ്രമാണങ്ങൾ ധ്യാനിക്കുന്ന. ദൈവവചനമൊക്കെ അയവിറക്കുന്നതിനെക്കുറിച്ച് പറയും. നമ്മൾ ദൈവവചനം വായിച്ചിട്ട് പിന്നീട് അയവിറക്കുന്നു. ഈ പശുക്കളെല്ലാം പുല്ലൊക്കെ തിന്നിട്ട് വളരെ പെട്ടെന്ന് അത് കഴിക്കും, എന്നിട്ട് പിന്നീട് അത് ഇങ്ങനെ അയവിറക്കുകയാണ്. അത് ഓരോന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ദൈവവചനം വായിക്കുക, ദൈവം ശ്രദ്ധിക്കുക, എല്ലാം പിന്നീട് അയവിറക്കുകയാണ്. ശാന്തമായ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളിതിനെ മനനം ചെയ്യുക എന്ന് പറയും. അങ്ങനെ അവിടെ പറയുകയാണ്. തുടർന്ന് ഏതെങ്കിലും ഇങ്ങനെ അശുദ്ധമായവ ഏതിലെങ്കിലും വീണാൽ അത് അശുദ്ധമായിരിക്കും. എന്നാൽ
36-ാമത്തെ വാക്യത്തിലേക്ക് വരും. എന്നാൽ നീരുറവും വെള്ളമുള്ള കിണറും ശുദ്ധമാകുമെന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തോട് സാമ്യപ്പെടുത്തി പറഞ്ഞാൽ, നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നീരുറവുണ്ടെങ്കിൽ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം. അപ്പോൾ അവൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവം നമ്മളിൽ വന്നാൽ നമ്മളിൽ നിന്നും ഈ ജീവജല നദി, പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കും, നമ്മളെ തന്നെ ക്ലെൻസ് ചെയ്തുകൊണ്ടിരിക്കും. വെള്ളമുള്ള കിണറും ഒരു മനുഷ്യൻ്റെ ആലോചന, അത് ബുദ്ധിയുള്ള മനുഷ്യനത് കോരിയെടുക്കുമെന്ന് നമ്മൾ സദാശിവഭാഗത്തിൽ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കിണറിനെയൊക്കെ സാമ്യപ്പെടുത്തി പറയുന്നുണ്ട് ഹൃദയത്തോട്. അതിൻ്റെ 11-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവയാൽ നിങ്ങൾ മലിനപ്പെടുമാറ് നിങ്ങളെ തന്നെ ശുദ്ധമാക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധന്മാരായിരിക്കണം. 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടത് നിങ്ങൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച യഹോവയാകുന്നു. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. അതാണ് പ്രമാണമെന്ന് പറയുന്നത്. അത് ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ അത് തന്നെ പ്രമാണമാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കണം. പിന്നെ ശുദ്ധവും അശുദ്ധവും തമ്മിൽ, മൃഗത്തെ തമ്മിൽ, തിന്നതാത്തിയതിന് തമ്മിൽ വകതിരിക്കണമെന്ന് പറയുക. അത് അവിടെ അതിനെ പറ്റിയുള്ള പ്രമാണമെന്നാണ് പറയുന്നത്. 11-ാം അധ്യായം. പിന്നീട് 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഒരു സ്ത്രീ പ്രസവിച്ചാൽ ആൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ അവൾ 7 ദിവസം അശുദ്ധയായിരിക്കണം. ഋതുവിൻ്റെ അവൾ 8-ാം ദിവസം അവൻ്റെ അഗ്രചർമ്മം പരിശോധന ചെയ്യണം. പിന്നെ അവൾ 33 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിലിരിക്കണം. അത് പ്രമാണമാണ്. പ്രസവം കഴിഞ്ഞാൽ 6 ദിവസം കഴിഞ്ഞ് 7-ാം ദിവസം അവൾ അശുദ്ധയായിരിക്കണം. പിന്നെ 8-ാം ദിവസം പരിശോധന, ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന 8-ാം നാളിൽ പരിശോധന എടുക്കുക എന്ന് പറയുന്നത് അത് അവർക്കുള്ള പ്രമാണമാണ്. പിന്നീട് 33 ദിവസം അവൾ ക്ലെൻസിങ് ആയിരിക്കണം. അതുവരെ ദേവാലയത്തിൽ പോകരുതാണ് പഴയ നിയമപ്രമാണം. അത് പെൺകുട്ടിയാണെങ്കിൽ 66 ദിവസം തൻ്റെ രക്തശുദ്ധീകരണത്തിൽ ഡബിളായിട്ട് ചെയ്യണം. ശുദ്ധീകരണ കാലം തികഞ്ഞ ശേഷം 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ ഹോമയാഗത്തിനായി, ഒരു പ്രാവിൻ കുഞ്ഞിനെ, ഒരു പ്രാവിനെയോ പാപയാഗത്തിനായി സമാഗമന വാതിക്കൽ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണം. അതിന് വകയില്ലെങ്കിൽ ആട്ടിൻകുട്ടിക്ക് 8-ാമത്തെ വാക്യത്തിൽ 12-ന്റെ 8 ആട്ടിൻകുട്ടിക്ക് അവളുടെ പക്കൽ വകയില്ല എങ്കിൽ അവൾ 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ ഹോമയാഗത്തിനും മറ്റേതിനെ പാപയാഗത്തിനുമായി കൊണ്ടുവരണം. പുരോഹിതൻ അവൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം, എന്നാൽ അവൾ ശുദ്ധയാകും. നമ്മുടെ കർത്താവിൻ്റെ ഇതിൽ നോക്കുമ്പോൾ അവിടെ യോസെഫും മറിയയും അവർ ദേവാലയത്തിൽ കൊണ്ടുവരിക. ലൂക്കോസിലെ സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ വാക്യങ്ങളിലാണ്. മോശയുടെ ന്യായപ്രമാണം അവളുടെ ശുദ്ധീകരണ കാലത്ത് കഴിഞ്ഞപ്പോൾ കടിഞ്ഞൂലായാണൊക്കെയും കർത്താവിന് വിശുദ്ധമായിരിക്കണമെന്നും കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവനെ കർത്താവിന് അർപ്പിക്കുവാനും 1 ഇണക്കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിക്കുവാനും അവൻ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആട്ടിൻകുട്ടിക്ക് വകയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? കുറുപ്രാവിനെ അർപ്പിക്കുക. 1 ഇണക്കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ കർത്താവിനെ അർപ്പിക്കുവാനായിട്ട് ദേവാലയത്തിൽ കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിലൂടെ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കണമെന്ന്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാമത്തെ വാക്യം, ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയിൽ ഇന്ന കൽപ്പനകളെ തന്നു നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അവിടെ പറയാം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന്. 7-ാമത്തെ വാക്യം, ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട് 12-ന്റെ 14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുവേൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഉണ്ടോ? ശുദ്ധീകരണം കർത്താവ് പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. തുടർന്ന് പത്രോസ്ലിയുടെ ലേഖനം 1-ാം അധ്യായം 13 മുതൽ വാക്യങ്ങൾക്ക് പറയുകയാണ്. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ.
പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ആകയാൽ നിങ്ങളും പ്രിയ മക്കൾ എന്ന പോലെ എല്ലാ നടപ്പിലും വിശുദ്ധരാകുവാൻ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്തിൽ വായിച്ചതുപോലെ ഓരോ പ്രമാണങ്ങളിൽ കൂടെ ഞങ്ങൾക്ക് തരുന്ന പ്രബോധനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കും. മറ്റാരുമല്ല ഞങ്ങളുടെ മാനദണ്ഡം, അവിടുന്നാണ് ഞങ്ങളുടെ മാനദണ്ഡം, അളവ് കോലെന്നുള്ളതിനാൽ നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണം. അവിടെ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണെന്ന് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഉറപ്പെടുത്തണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവമായ യഹോവയാകുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളെ ശുദ്ധീകരണമേ. ശുദ്ധീകരണത്തിനായി ഞങ്ങളെ തന്നെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. യേശുവേ, അവിടുന്ന് പരിശുദ്ധ രക്തം തളിക്കണമേ. മഹാപുരോഹിതനായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് പരിശുദ്ധ രക്ത കുഞ്ഞാടിൻ്റെ തിരക്തം ഞങ്ങളെ തളിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കാൻ കൃപ തരണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. മഹത്വമാണെന്ന് മാത്രം അടയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ നാം മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. എല്ലാം ക്ഷമിക്കുന്ന സ്നേഹം, എല്ലാം കാണുന്ന സ്നേഹം, എല്ലാം ഏകുന്ന സ്നേഹം, തൻ ജീവനേകിയ യേശുവിൻ സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം വഹിക്കുന്ന സ്നേഹം, എല്ലാം സഹിക്കുന്ന സ്നേഹം, എല്ലാം പരിഹരിക്കും സ്നേഹം, രക്തം ചിന്നിയ യേശുവിൻ സ്നേഹം. ഹല്ലേലൂയ. എല്ലാം പുതുതാക്കും സ്നേഹം, എല്ലാം പുതുക്കിയിടും സ്നേഹം, എല്ലാം പകർന്നിടും സ്നേഹം, സർവവുമേകുന്ന യേശുവിൻ സ്നേഹം. ഹല്ലേലൂയ. എല്ലാം നിറയ്ക്കുന്ന സ്നേഹം, എല്ലാം അർപ്പിക്കും സ്നേഹം, എല്ലാം നിരപ്പിക്കും സ്നേഹം, യേശുവിൻ നിറവാർന്ന നിത്യ സ്നേഹം. ഹല്ലേലൂയ.